ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി കുറച്ച് ദിവസമായി മട്ടൻ വേണം, മട്ടൻ കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മട്ടൻ കറി മേടിച്ചു കൊടുത്തു. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ലുലുവിന്ന് കുറച്ച് ½ kg മട്ടൻ മേടിച്ചു കൊടുത്തു. പക്ഷേ മമ്മിക്ക് തൃപ്തിയായിട്ടില്ല. മമ്മിക്ക് അങ്കമാലി മാർക്കറ്റിലെ മട്ടൻ തന്നെ വേണം. സോ നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് മാർക്കറ്റിൽ പോയിട്ട് മട്ടൻ മേടിക്കാൻ പോകണം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ നമ്മൾ മട്ടൻ മേടിക്കാൻ വന്നുണ്ട്. മമ്മി തന്നെ മേടിക്കാൻ പോയിട്ടുണ്ട്. അങ്കമാലി പോർക്കും മേടിക്കാം. അപ്പം നമ്മൾ അങ്കമാലി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. വണ്ടി നമ്മുടെ മെക്കൻകുട്ടനോട് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ പോയി മേടിക്കാം ഗൈസ്. നമുക്ക് പോർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി ചിക്കൻ സെൻറ്ററിൽ നിന്ന് കാട മേടിക്കാം. മമ്മിക്ക് മട്ടൻ മേടിച്ചു കൊണ്ടുവന്ന് ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ വർക്കിന് പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നത് 13 റൈസ് ആൻഡ് ഗ്രില്ലാണ്, സോലെക്സ് സെൻറ്റർ ഗൈസ്. അപ്പോൾ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിൽ കിടലും വൈബും ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സോ നമ്മൾ ഇന്ന് ഫുഡ് അടിക്കാൻ കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മമ്മിക്ക് മട്ടൻ മേടിക്കാൻ പോയാൽ മമ്മിക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. സോ ലഞ്ച് പുറത്തുനിന്നാണ് നമ്മൾ കഴിക്കുന്നത്. സോ അതേ നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. മയോണീസും സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊരു BBQ അൽഫാം മന്തി എന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ടൊരു BBQ സംഭവമൊന്നും ആയിട്ടില്ല, പക്ഷേ ഒരു ചെറിയൊരു BBQൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സോഫ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ മയോണീസും കൂട്ടി ഒരു പിടി പിടിക്കാം. സോ പിടി പിടിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മന്തി, കുഴപ്പമില്ല. പിന്നെ ചിക്കൻ്റെ പീസും ബാർബിക്യൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇത് തോന്നിയില്ല. ചെറിയൊരു ബാർബിക്യൂവിൻ്റെ ടേസ്റ്റ് തോന്നിയെന്നല്ലാണ്ട് ഒരു പെർഫെക്റ്റ് ബാർബിക്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നല്ല ചൂടും പാറി പറക്കുന്ന ചൂട് തന്നെ നമുക്ക് പീസ് പൊട്ടിക്കാൻ പറ്റാണ്ട് കൈ പൊള്ളുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കഷ്ടപ്പെട്ടൊക്കെ എങ്ങനെയൊക്കെയോ പുക പോകണ എങ്ങനെയൊക്കെയോ പൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിച്ചു കഴിച്ചു. പിന്നെ ചട്നി ടേസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത നമ്മൾ ചമ്മന്തി, ഒരു തക്കാളി ചമ്മന്തി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ചിട്ട് തിരിച്ചു വന്നു, തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ കുഴപ്പമില്ലാത്തൊരു മന്തി ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഇവിടെ നാളെ ഒരു അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും